ഞാനിപ്പോൾ ഇത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യത്തൊഴിലാളികൾ വരുമാന മാർഗ്ഗമാണ് എൻ്റെ ഈ കയ്യിൽ കാണുന്ന മാസ് മീൻ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇക്കാനോട് ചോദിക്കുക, ഇക്ക എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഈ ഡ്രൈ ആക്കി ഉണ്ടാക്കി കഴിഞ്ഞ സാധനമാണ്. ഇത് നമ്മൾക്കിനി ഒരു കൊല്ലം വെച്ചാലും നമ്മൾ സ്റ്റോക്കിൽ കൊണ്ട് വെച്ചാലും ഇതിനൊരു കേടുപാട് വരില്ല. ഇതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഇതിനെ കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ടാക്കാം. ഇതിനെ കൊണ്ട് ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കാം. ഇത് ഹെൽത്തി സംഭവം, ഹെൽത്തിയാണ്. ഇവിടുത്തെ എല്ലാവരും ഇത് കഴിക്കും. എല്ലാവരും ഇത് കഴിക്കും. പിന്നെ ഇതാണോ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ കേരളത്തിലും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നാണ് ഫസ്റ്റ് ക്വാളിറ്റി മാസ് എന്ന് പറയുന്നത്. മാസ് വരുന്നത് തമിഴ്നാട് മാസ് ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഇതിൻ്റെ ആൾക്കാരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഫസ്റ്റ് സാധനം വേണമെങ്കിൽ അത് ലക്ഷദ്വീപിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. അതാണ് സംഭവം. പിന്നെ ഇത് ഉണ്ടാക്കണം ഒരുപാട് റിസ്ക് ഇല്ലേ? കുറേ റിസ്ക് ആണ്. നമ്മൾ കടലിൽ വെള്ളം കോരി ചമ്പലൊഴിച്ചിട്ട് അതിലോട്ട് ഈ ചൂരതിനെ നമ്മളിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ അതിനെ പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനെ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ അതിനടുത്ത് നമ്മുടെ ഈ പുകയിടുന്ന പരിപാടിയുണ്ട്, മൂഫ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ്. 7 ദിവസത്തെ വെയിൽ കൊള്ളണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ഉണ്ടാക്കി ഇത്രയും ഹാർഡ് വർക്ക് ഇവർ ചെയ്യുമ്പോൾ ഇവർക്ക് തുച്ഛമായ പൈസ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിൽ വരുന്ന ആളുകളൊക്കെ മാക്സിമം ഇവരും തന്നെ ഇത് വാങ്ങിയിട്ടല്ലേ സപ്പോർട്ടാക്കണം. നല്ല സാധനം നല്ലതാണ്.